ഹായ് എവരിവൺ. നമ്മളുടെ കയ്യിൽ ഒരു സ്കോഡ ഫാബി കിടപ്പുണ്ട്. ഉറങ്ങി എനിക്കിട്ടുള്ളൂ, അതാണ് ലുക്കൊക്കെ മോശമായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നോക്കുന്നത്. അപ്പോൾ വണ്ടി ഇതാ പുറമേൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന BMCൻ്റെ സ്റ്റോക്ക് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതിപ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഇടാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതാ വണ്ടീൻ്റെ എൻജിൻ ബേ ഫുള്ള് കോലം കെട്ട് കിടക്കാണ്. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഫിൽറ്റർ. അപ്പോൾ വണ്ടി നിലവിൽ സ്റ്റേജ് 2 കിടക്കുകയാണ്. MS-ൻ്റെ ഹെഡർ കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫിൽറ്റർ കുഴപ്പമില്ല, ഫിൽറ്റർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് BMCൻ്റെ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് സ്കോഡ ഫാബിയ 1.2 ആണ് നമ്മളുടെ വണ്ടി. അതിനുള്ള സാധനം ഇതിൻ്റെ കൂടെ ഞാൻ ഇന്നലെ ഓപ്പൺ ചെയ്തായിരുന്നു ജസ്റ്റ്. ഇതിൻ്റെ കൂടെ അതിൻ്റെ സ്ലിപ്സ്, സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ സാധനം, കണ്ടല്ലോ. ഇത് പഴയ സാധനം സ്റ്റോക്ക്. ഇത് നമ്മുടെ BMCൻ്റെ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് പെർഫോമൻസ് ഫിൽറ്റർ. അപ്പോൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ഇടാം. ഇൻസ്റ്റാൾ ചെയ്തു. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണ കാരണം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ എടുക്കാൻ പറ്റില്ല. എന്നിട്ട് അത് ഫുള്ള് പൊടി പിടിച്ചെടുക്കാം. എൻജിൻ്റെ അത് ക്ലീൻ ആക്കണം. ജസ്റ്റ് അതിൻ്റെ ടോപ്പ് മാത്രം ഒന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഒരു സ്റ്റിക്കർ ചെയ്യാൻ ഇറങ്ങിയിട്ടാണ്. എൻജിൻ ബേ കണ്ടിട്ട് ഇതാക്കണ്ട, ഞാൻ 2 ദിവസം പുറത്ത് പാർക്ക് ചെയ്തതാണ്. അതിൻ്റെ എഫക്റ്റ് ആയത് മൊത്തം. അപ്പോൾ അങ്ങനെ നമ്മളുടെ സ്റ്റിക്കർ കാര്യങ്ങളും ഒട്ടിച്ചു. ഫൈനൽ ടച്ചപ്പും കഴിഞ്ഞു. ഇനി അടുത്ത അപ്ഗ്രേഡായിട്ട് എന്തായാലും അടുത്ത വീഡിയോ ചെയ്യാം.